ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിനിരയായതിനെക്കുറിച്ചും നടൻ ജയറാം തന്റെ അനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതും റിപ്പോർട്ടർ ചാനലിലൂടെ. അത് ഈ നാട്ടിലെ വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ കേട്ടിരിക്കണം. അതായത് പോറ്റിമാർ, നമ്പൂതിരിമാർ, ശാന്തിക്കാർ, അല്ലെങ്കിൽ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഏജന്റ് പണിക്ക് നിൽക്കുന്ന മനുഷ്യർക്കുള്ള വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നതിന്റെ തെളിവാണ്. അവരെ സംബന്ധിക്കുന്നിടത്തോളം വിശ്വാസം ഒരു കച്ചവടമാണെന്നും നിങ്ങൾ അവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ ആ ഏജന്റ് പണിക്ക്, അതായത് നമ്മുടെ നാട്ടിൽ ഇടനിലക്കാരനെന്ന് വേണമെങ്കിൽ പറയാം, ഈ റിയൽ എസ്റ്റേറ്റ് നടത്തുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും വാങ്ങുന്നവനും വിൽക്കുന്നവനും ഇടയിൽ നിന്നിട്ട് ഒരാൾ കമ്മീഷൻ മേടിച്ചോണ്ട് പോകുമല്ലോ. ആ പണിയല്ലേ സത്യസന്ധമായിട്ട് ഈ പോറ്റിപ്പണി എടുക്കുന്നവന്മാർ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം, അതിന് ഏത് മതത്തിലെയോ ആയിക്കോട്ടെ, അതിനെയെല്ലാം പലതരത്തിലുള്ള വിശ്വാസ നുണകൾ സൃഷ്ടിച്ച് വിശ്വാസ തട്ടിപ്പുകൾ ഇറക്കി നിങ്ങളിൽ നിന്ന് അടിച്ചെടുക്കുന്ന വഴികൾ എന്തൊക്കെയെന്ന് ആലോചിച്ച്. നടൻ ജയറാമിനെ പോലും ശബരിമലയിൽ വയ്ക്കാൻ പോകുന്ന വാതിൽ എന്നുള്ള നിലയ്ക്ക് പറ്റിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജ നടത്തിച്ച് ബംഗളൂരുവിലുള്ള വ്യവസായികളെ മുഴുവൻ ശബരിമലയിൽ കൊണ്ടുവന്ന് അദ്ദേഹം അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുമായിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് യഥേഷ്ടം ദർശനം നൽകുകയും അതിന്റെ പേരിൽ പൈസ അടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ അയ്യപ്പൻ എന്ന ദൈവസങ്കല്പത്തിൽ ഭയമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഒരു ഭയവും ഇല്ല. കാര്യം എന്താണ്? അവർക്കറിയാം ഇതൊക്കെ ആൾക്കാരുടെ ഉള്ളിൽ പല കഥകളാക്കി കുത്തി നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഭക്തിയിൽ കണ്ണടഞ്ഞിരിക്കുന്നവരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ എളുപ്പത്തിൽ ഊരിയെടുക്കാം. അതിന് കുറച്ച് ഗിമ്മിക്കുകൾ കാട്ടിയാൽ മതി. അതിന്റെ തെളിവാണ് ജയറാം ദേ ഈ തുറന്നു പറയുന്നത്. അത് അങ്ങനെ പറ്റിച്ചോ എന്നായിരുന്നു ഞങ്ങളുടെ സംശയം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമായിരുന്നു? അരുൺ അവിടെ കാണിക്കുന്നത് എന്റെ വീടല്ല കേട്ടോ, അത് ആ ഫാക്ടറിയിൽ, അമ്പത്തൂർ ഫാക്ടറിയിലാണ്. അതെ അതെ, അത് ആ സ്വർണ്ണ ഈ കട്ടളപ്പടി കാണിക്കുന്നത് ഫാക്ടറിയാണ്. ഈ സ്വർണ്ണപ്പാളിയിലെ ചില ഭാഗങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിരുന്നോ? എല്ലാം കൊണ്ടുവന്നു. സ്വർണ്ണപ്പാളിയിലെ ചില ഭാഗങ്ങളല്ല, ഇതെല്ലാം. ആദ്യം അവിടെ പൂജയ്ക്ക് എന്നെ വിളിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോ തീർച്ചയായിട്ടും ഒരു 50 വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു അയ്യപ്പ ഭക്തന് കിട്ടാവുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമല്ലേ. അപ്പോ ഞാൻ നേരെ പോയി ശരണം വിളിച്ച് പൂജയിലൊക്കെ പങ്കെടുത്തു. വീരമണി രാജു പാട്ടൊക്കെ പാടി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയ ബുദ്ധിയിൽ ഞാൻ ചോദിച്ചത്, പോണ വഴിക്ക് എന്നാ ശബരിമലയ്ക്ക് എപ്പോഴും നേരെ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് എന്റെ വീട്ടിലെ പൂജാമുറിയുടെ അവിടെ കൂടി ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ തീർച്ചയായിട്ടും എന്താ കൊണ്ടുവരാന്ന് പറഞ്ഞു. ഞാൻ നേരെ വീട്ടിലേക്ക് ഓടി. അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു. പൂജാരിമാരെയൊക്കെ വരുത്തിച്ചു. മദ്രാസിൽ നിന്ന് എന്റെ വീടിന് അടുത്തുള്ള വീടുകളിൽ നിന്ന് എല്ലാവരെയും വിളിച്ചു. ശബരിമലയ്ക്ക് സ്ഥിരമായിട്ട് പോകുന്ന നമ്മുടെ കുമരൻ ഫിൽസിന്റെ ഓണർ കുമാർ, നമ്മുടെ ജയം രവിയുടെ ഫാമിലി എല്ലാരും വന്നു. എല്ലാരും വന്ന് വലിയ ശരണം വിളി. വീരമണി രാജു മകനും വന്നിട്ട് ഫുൾ പാട്ട് പാടി. അങ്ങനെ എന്റെ പൂജാമുറിയുടെ അവിടെയും ഒരു 15 മിനിറ്റ് വെച്ചിട്ട് അങ്ങനെ എല്ലാം ഇറക്കിയില്ല കേട്ടോ. എല്ലാം ഇറക്കി അവിടെ വെക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം എല്ലാം പാക്ഡ് ആയിരുന്നു. ഈ സെലോഫിൻ പാക്കിൽ പാക്ഡ് ആയിരുന്നു. അപ്പൊ ഒരു സെക്കൻഡ് വെച്ചു, തിരിച്ചു കയറിയപ്പോ എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ പൈസ മേടിക്കും ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല അല്ലേ? ഒന്നുമില്ല. ദക്ഷിണ മാത്രം ആ പൂജാരിമാര് വന്നവർക്കൊക്കെ ദക്ഷിണ കൊടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അവിടെ നിന്ന് അത്രയും നേരം പൂജ ചെയ്തുകൊണ്ട് ഒരു പൂജ ദക്ഷിണ കൊടുക്കണമല്ലോ. 200 രൂപ 500 രൂപ എന്തോ പുള്ളിയുടെ കയ്യിലേക്ക് ദക്ഷിണയായിട്ട് കൊടുത്തു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാലങ്ങളായിട്ട് പരിചയമുണ്ടോ? ഒരു 5-6 വർഷമായിട്ട് അറിയാം. ഈ ഒരു സംഗതി പൂജ ഈ നടന്നതിന്റെ ഒരു 6-7 മാസം മുമ്പ് തൊട്ടറിയാം. ഈ ശബരിമലയിൽ മകരവിളക്കിന് വരുമ്പോ എല്ലാ വർഷം കാണാറുണ്ട്. അപ്പൊ പുള്ളി ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് ഈ ബിസിനസ് പീപ്പിളിനെയൊക്കെ കൊണ്ടിരുന്ന ആളാണ്. അപ്പൊ അവരെയൊക്കെ പരിചയപ്പെടാറുണ്ട് മകരവിളക്കിന്. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങേക്ക് പരിചയപ്പെടുത്തിയതെന്ന് ഓർമ്മയുണ്ടോ? അതില്ല, അവിടെ വെച്ച് അദ്ദേഹമായിട്ട് തന്നെ പരിചയപ്പെട്ടതാണ്. ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ഭക്തനാണ് അദ്ദേഹം. ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടതാവും അല്ലേ? അതെ 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 അതെ. ഞങ്ങള് അവിടെ മകരവിളക്കിന് മേളിൽ റൂമിലുണ്ടായിരുന്നപ്പോ അവിടെ വന്ന് പരിചയപ്പെട്ടാണ്, സ്വന്തം പരിചയപ്പെട്ടാണ്. എന്റെ പേര് ഉണ്ണികൃഷ്ണനാണ്. ഓക്കെ. അതിനുശേഷം ഈ പോറ്റി തന്നെയാണോ, ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണോ വിളിച്ചു പറയുന്നത് ഇങ്ങനെ കട്ടളപ്പാളി പൂജിക്കുന്നുണ്ട് അമ്പത്തൂർ ഫാക്ടറിയിൽ വെച്ച്? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്റെ അടുത്ത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഞാൻ വന്നു എന്നാ. ഓ അത് ശരി. അദ്ദേഹത്തിന്റെ എന്റെ അടുത്ത് പറഞ്ഞ വസ്തുതയാണ്, എന്റെ സ്വപ്നത്തിൽ തോന്നിച്ചു നിങ്ങൾ തന്നെ വന്ന് അതിനെ പൂജ ചെയ്യണം അയ്യപ്പനെ. ഞാൻ പറഞ്ഞു മഹാഭാഗ്യാണ്, അയ്യപ്പനായിരിക്കും തോന്നിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി പൂജ. പോയത് ഈ അമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഫാക്ടറിയിലാണ് അല്ലേ? അമ്പത്തൂർ ഫാക്ടറിയിൽ. അവിടെയാണ് ഈ കട്ടളപ്പാളി വെച്ചിരുന്നത്. അതെ 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 അതെ. അന്ന് ഈ ശില്പങ്ങൾ അവിടെ ഉണ്ടായിരുന്നതായിട്ട് ശ്രദ്ധിച്ചിരുന്നോ ആ സമയത്ത്?
അതും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ പൂജയ്ക്ക് അത് മാത്രമേ വെച്ചിരുന്നത് എനിക്ക് തോന്നുന്നു. എല്ലാം കൂടി ചേർത്താ കൊണ്ടുവരുന്നത്. ഒരു ഒമിനി വാനിന്റെ പുറകിൽ എല്ലാം കൂടി അടുക്കിയിരുന്നു ഇങ്ങനെ, എല്ലാം പ്ലാസ്റ്റിക് പേപ്പറുകളിൽ പൊതിഞ്ഞ് ഒരു ഒമിനി വാനിൽ ഇങ്ങനെ കിടത്തി, അങ്ങനെ അത് കൊണ്ടുവരുന്നു. ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥരാരും കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ, പുള്ളി ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നത്? ഇല്ലില്ല, ആരും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് ഇദ്ദേഹം ഒരു വാതില്, നമ്മുടെ 2 മെയിൻ വാതിലില്ലേ, അതും ഇതേപോലെ സ്വർണം ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു സ്വപ്നത്തില് ജയറാം വന്ന് ചെയ്യണം അത് ഇത്. അപ്പൊ ഞാൻ തൊടുപുഴയിൽ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോ ഇത് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന വഴി എവിടെയെങ്കിലും നിർത്തിയിട്ടും ജയറാം വന്ന് പൂജ ചെയ്യാതെ ഞാൻ കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോ അങ്ങനെ എനിക്ക് തോന്നുന്ന ഏത് അമ്പലം ഞാൻ മറന്നുപോയി, ചങ്ങനാശ്ശേരിക്കടുത്തോ ഏതോ ഒരു ക്ഷേത്രത്തിൽ ഒരു ദിവസം മുഴുവൻ നിർത്തി വെച്ചിരുന്നു. എന്നിട്ട് രാവിലെ ഞാൻ പോയി അതിന്റെ പൂജയൊക്കെ കാണിച്ചു. എന്നിട്ട് ആ വണ്ടിയിൽ കയറി അതിനോടൊപ്പം ശരണം വിളിച്ച ഒരു 10 കിലോമീറ്റർ ഞാൻ ട്രാവൽ ചെയ്യുകയും ചെയ്തു അതിനോടൊപ്പം. അതായത് ഈ കട്ടളപ്പാളി കൂടാതെ വാതിൽ തന്നെ കൊണ്ടുപോയി അല്ലേ? ആ വാതില് കൊണ്ടുപോകുന്ന ഒരു വലിയ വണ്ടിയിലാണ് കൊണ്ടുപോയത്. അത് ഈ കട്ടളപ്പാളി പൂജിക്കുന്നതിന് മുമ്പാണോ അതിന് ശേഷമാണോ? മുമ്പ് അതിനൊക്കെ മുമ്പ്. ഈ കോവിഡിനൊക്കെ മുമ്പാണ്? ആ കോവിഡിനൊക്കെ മുമ്പ്. അത് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഇത് വരുന്നത് അല്ലേ? അല്ല, എനിക്ക് തോന്നുന്ന ഒരു വർഷം 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇത്. അത് ശരി. അപ്പം ഈ കട്ടളപ്പാളിക്ക് മുമ്പ് അവിടെ ഒരു സ്വർണ്ണവാതിലും ഇയാൾ പൂശി കൊടുത്തിരുന്നു അല്ലേ? സ്വർണ്ണവാതിൽ ഞാനാണ് അതിന് പോയിട്ട് വിളക്കൊക്കെ കൊളുത്തി. ഏത് ക്ഷേത്രം ഞാൻ മറന്നു. ഈ കോട്ടയം ചങ്ങനാശ്ശേരി ആ ഏരിയയിൽ എവിടെയാണ്. ബംഗളൂരുവിൽ പോയി ഭക്തി കൂടിയിട്ടുള്ള സമ്പന്നരെ, വ്യവസായികളെയൊക്കെ തിരിച്ചറിയുക. അവരുമായിട്ട് ബ്രാഹ്മണനാണ്, പൂണൂലുണ്ട്, വെളുത്തു തുടുത്തിരിപ്പുണ്ട്, പോറ്റിയാണ്, ഇല്ലമാണ്, മഠമാണ്, ഒലക്കേട മൂടാണ് തുടങ്ങിയ കുറെ പ്രിവിലേജുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയൊക്കെയാണ് പണിയെടുക്കാതെ ജീവിക്കുന്നത് നോക്കി. ഇവരെയൊക്കെ നിങ്ങൾ അരിയിട്ട് വാഴിക്കേണ്ടതുണ്ടോ? വിശ്വാസത്തിന്റെ പുറത്ത് നിങ്ങൾക്ക് അമ്പലങ്ങളിലോ പള്ളികളിലോ മറ്റെവിടെ വേണമോ പോകാം. കാര്യം ഒരു മനുഷ്യനെ സംബന്ധിക്കുന്നിടത്തോളം മനസ്സിനൊരു സമാധാനമോ ശാന്തിയോ കിട്ടുമെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കണം. കാര്യം ബാക്കിയുള്ള മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അവിടെ പോയാൽ അത് കിട്ടുമെന്ന് വിചാരിക്കുമ്പോൾ അതിനകത്ത് ഇതിന്റെ ഏജന്റ് പണിക്ക് നിൽക്കുന്നവരെ നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുക. അവരുടെ ലക്ഷ്യം നിങ്ങളെ നോക്കിയതിന് ശേഷം നിങ്ങളുടെ പോക്കറ്റിന്റെ കനമാണ്, നിങ്ങളുടെ സമൂഹത്തിലെ സ്റ്റാറ്റസ് ആണ്. ഇതൊന്നും ഇല്ലാത്ത നിങ്ങളെ ഒരു പരിഗണന പോലും തരില്ല. അപ്പോ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ജയറാമിന് പറ്റിയതുപോലുള്ള അബദ്ധങ്ങൾ ഇനി പറ്റാതിരിക്കട്ടെ. പോറ്റി നമ്പൂതിരി എന്ന് പറഞ്ഞാൽ പ്രത്യേക പ്രിവിലേജോ ഒരു തരത്തിലും ഏത് ദിവ്യത്വമുള്ളവന്മാരൊന്നും അല്ല. നിങ്ങൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അതൊന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ എങ്ങനെയാണോ ഈ ഭൂമിയിൽ ജനിച്ചത് അതുപോലെ തന്നെയാണ്. പുണർന്ന് പെറുന്നതെല്ലാമാണ് മനുഷ്യൻ. ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഉണ്ടായോ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പോറ്റിമാരും ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ യവന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന കഥയിൽ ചെന്ന് വീണ് ഇനിയെങ്കിലും നിങ്ങൾ കഷ്ടപ്പെടുന്ന പണം വല്ലവനും തിന്നാൻ കൊടുക്കാതിരിക്കൂ എന്നുള്ള ഒരു ഉപദേശം നിങ്ങൾക്ക് തരികയാണ്. അത് ഹിന്ദു മതത്തിൽ മാത്രമല്ല, സകലമാന മതങ്ങളിലും വിശ്വാസ കച്ചവടം നടത്തി കഷ്ടപ്പെട്ടുണ്ടാക്കുന്നവന്റെ സമ്പത്ത് അവരുടെ കുടുംബത്തിലേക്ക് വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകുന്ന ആ പ്രോസസ്സ് അത് ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണം. അവരും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യട്ടെ. ഇതെന്ത് ജോലിയാണ്? ഏജന്റ് പണി. നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന്റെ അടുത്ത് ഞാൻ കാര്യം പറയാം, ഞാനാണ് ഏജന്റ് എന്ന രീതിയിൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരെ പോലെയൊക്കെ നടക്കുന്ന ഇവരെയൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട സമയമായിരിക്കുന്നു. ഇവർക്കൊന്നും യാതൊരു തരത്തിലുള്ള പ്രത്യേക കഴിവുകളോ ഇവരോടൊക്കെ ദൈവത്തിന് പ്രത്യേക പ്രീതി ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട ഒരു ചുക്കുമല്ല. നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജനിച്ച ഒരു വിഭാഗക്കാരാണ്. ഞങ്ങൾ എന്തോ കൂടിയ ആൾക്കാരെന്ന് സ്വയം പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഏറ്റുപാടിക്കൊണ്ട് കേരളത്തിലെ സവർണകുല ജാതരായിട്ടുള്ള ചെമ്പു ഗോപിമാർ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറയുമ്പോൾ ആ ജാതിക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്. ഒരു ചുക്കുമില്ല. ഇവരെയൊന്നും അങ്ങനെ പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതുമില്ല. ഇവർക്കെല്ലാം സാമ്പത്തിക താല്പര്യം മാത്രമാണ്. മറ്റുള്ളവരുടെ പോക്കറ്റിനെ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് വിശ്വാസത്തിന്റെ മറവിൽ പണം തട്ടിയെടുക്കലാണ് പണി എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾക്കുണ്ടാകേണ്ടതെന്ന് പറയേണ്ടി വരികയാണ്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു നടനെ പോലും എത്ര സിമ്പിളായിട്ടാണ് ഇവർ പറ്റിക്കുന്നത് നോക്കിയേ. അതാണ് വിശ്വാസ തന്ത്രം. അതാണ് ഈ പൂണൂലിന്റെ മറവിൽ ഇരുന്ന് ചെയ്യുന്ന പ്രവർത്തനം. അതാണ് ഒരു ജാതിയുടെ മറവിൽ ഇവർക്ക് കിട്ടുന്ന പ്രത്യേക പ്രിവിലേജ്. ഒന്ന് ആലോചിക്കണേ. 1000 രൂപ കിട്ടാൻ നമ്മൾ ഒരു ദിവസം എന്തോരം വെയിൽ കൊള്ളണം, എന്തോരം കഷ്ടപ്പെടണം. അരമണിക്കൂറും 3/4 മണിക്കൂറും കൊണ്ട് 500, 1000, 2000, 10000, 25,000 ലക്ഷക്കണക്കിന് വാങ്ങിയെടുക്കുന്ന മറ്റേതെങ്കിലും ജോലി നമ്മുടെ നാട്ടിലുണ്ടോ? അതിനെ ചോദ്യം ചെയ്യണ്ടേ? തടയിടണ്ടേ? അങ്ങനത്തെ കച്ചവടക്കാരെ പൂട്ടിടേണ്ട സമയമായില്ലേ? ചിന്തിക്കൂ വിശ്വാസികളെ എന്ന് മാത്രമാണ് തട്ടിപ്പിനിരയായ ജയറാമിന്റെ ഈ അനുഭവം കേട്ടിട്ട് നിങ്ങളോട് പറയാനുള്ളത്.